ഹലോ ഗൈസ്, എൻ്റെ ക്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടായയിലുള്ള മിനി സയാമിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. നമ്മളിവിടെ വന്ന് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ബൈക്കും കാറും പാർക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതാണ് മിനി സയാമിൻ്റെ അവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 300 തായ് ബാത്താണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി 685 രൂപയോളം ആവും. ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുള്ളത്. നമ്മളിവിടെ ഫസ്റ്റ് കയറുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ ഇന്ത്യൻ ഗേറ്റ് പോലത്തെ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ ഇത് ഇന്ത്യൻ ഗേറ്റ് അല്ല, ഇത് ഫ്രാൻസിലുള്ള ഒരു ചെറിയൊരു മോണുമെൻ്റ് ആണ്. പിന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ ഏഷ്യയിലെയും യൂറോപ്പിലെയും ഓസ്ട്രേലിയ അവിടത്തേക്ക് കുറേ ചെറിയ ചെറിയ ഓരോ മെയിൻ അട്രാക്ഷൻസ് നമുക്ക് മിനിയേച്ചർ രൂപത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ പാരീസിലെ ഈഫിൾ ടവറിൻ്റെ അവിടുത്തെ ചെറിയൊരു മിനിയേച്ചറാണ്. ഇതിൻ്റെ താഴേക്ക് കുറേ പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ ഫോട്ടോസ് സെൽഫീസൊക്കെ എടുക്കാവുന്നതാണ്. മിനി സയാമിൻ്റെ അവിടെ എത്താനുള്ള ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോളോ ആയിട്ട് ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. മിനി സയാമിൻ്റെ അകത്ത് നമ്മുടെ തായ്ലൻഡിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ തായ്ലൻഡിലെ മെയിനായിട്ടുള്ള തായ് എയർവേയ്സിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറാണ്. അതൊക്കെ നമുക്കിവിടെ അടുത്ത് വന്ന് നമുക്കത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിവിടെ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഫുള്ള് ഏതാണ്ട് ചുറ്റിക്കാണ്. ഏതാണ്ട് 1-2 മണിക്കൂറോളം നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കുറേ കാഴ്ചകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈവനിങ് ടൈമിൽ നമ്മുടെ തായ്ലൻഡിലെ ഈ മിനി സയാമിൻ്റെ അവിടെ എത്തുകയാണെങ്കിൽ നല്ല കിടിലൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ മിനി സയാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കിടിലൻ ഓരോ ബിൽഡിങ്സിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. നമുക്ക് ആ രാജ്യത്തിൽ പോയി അവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ ആ ഒരു ചെറിയൊരു മിനിയേച്ചറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. കപ്പിൾസായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതേപോലത്തെ സ്ഥലത്തൊക്കെ നിന്ന് കിടില ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റയിലും അതിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. തായ്ലൻഡിൽ ഈ മിനി സയാം വന്നിട്ട് 1986 ഇവിടെ ഈ പട്ടായയിൽ ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനും കൂടെയാണ് നമ്മുടെ പട്ടായയിൽ ഈ മിനി സയാം അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ബിൽഡിങ്സിൻ്റെയൊക്കെ ആ ഒരു ചെറിയൊരു മിനിയേച്ചർ രൂപങ്ങളൊക്കെ കണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ അവർക്ക് ഈസി ആയിരിക്കും. അതായത് നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു പാർക്കാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കുറേ ബിൽഡിങ്സിൻ്റെ ഒരു മിനിയേച്ചർ രൂപം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അത് വന്നിട്ട് നമ്മുടെ പട്ടായയിലും ബാങ്കോക്കിലും ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മിനിയേച്ചറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ യൂറോപ്യൻ സ്റ്റൈലുള്ള കുറേ മിനിയേച്ചർ ബിൽഡിങ്സ് നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതിന് കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മുടെ സിംഗപ്പൂരിലുള്ള ആ ഒരു ബിൽഡിങ്ങും പിന്നെ ഈ റഷ്യയിലുള്ള നമ്മുടെ മോസ്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ മിനിയേച്ചർ നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ലക്ഷ്മി ദേവിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയം ഇതിൻ്റെ അകത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് എൻട്രി ഫീസ് ഇല്ല. ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈം വന്നിട്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7:30 വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. നമ്മൾ ആദ്യം കയറുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു സെക്ഷനാണ്. കുറേ പെയിൻറ്റിങ്സൊക്കെ വരച്ചിട്ടുള്ള ഒരു റൂമിലാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹിന്ദു റിലീജിയൻ്റെ നമ്മുടെ ഈ തായ് വേർഷനായിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഹനുമാൻ്റെ ഫേസും അതൊക്കെ നമ്മുടെ തായ് രൂപത്തിൽ അവർ ആരാധിക്കുന്ന ആ ഒരു രീതിയിലാണ് അതിൻ്റെ അകത്ത് ഫുള്ളും ഉള്ളത്.
അതായത് രാമായണം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അവരെ രൂപത്തിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമ്മുടെ ഹനുമാൻ്റെതാണ്, ഇത് ഗണേശൻ്റെയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ നിന്ന് ചിക്കൻ നഗനറ്റ്സും ഫിഷിൻ്റെയും വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായ അവിടുത്തെ മിനി സയാമിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിത്തെ ഫ്രണ്ട്സായിട്ടൊക്കെ പട്ടായ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടില സ്പോട്ടാണ് നമ്മുടെ പട്ടായയിലുള്ള മിനി സയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.